മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരെക്കുറിച്ചുള്ള 24 വാർത്തയിൽ ഇടപെടൽ. വെള്ളാർമല സ്കൂൾ റോഡിൽ പുതുതായി നിർമ്മിച്ച വീടും വരുമാനമാർഗമായിരുന്ന ഓട്ടോറിക്ഷയും നശിച്ച വിഷ്ണുവിനെ ചേർത്ത് പിടിച്ചത് ബഹ്റൈനിലെ സംഘടനയായ ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ്. വിഷ്ണുവിന്റെ ഏക വരുമാന മാർഗമായിരുന്നു ഈ ഓട്ടോ. ഉരുൾപൊട്ടലിൽ ഓട്ടോയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. ഇതോടെ ആളുകളെ കയറ്റി റോഡിലിറക്കാൻ സാധിക്കാത്ത അവസ്ഥയായി. ഈ വാർത്ത ബഹ്റൈനിലെ ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലെത്തി. വിഷ്ണുവിനെ സഹായിക്കാൻ സംഘടന മുന്നോട്ട് വന്നു. ടി സിദ്ദിഖ് MLA ഓട്ടോറിക്ഷ കൽപ്പറ്റയിൽ വെച്ച് കൈമാറി. ചൂരൽമല മുണ്ടകൈ ദുരന്തമുണ്ടായപ്പോൾ സമ്പൂർണ്ണമായി അത് മെയിൻറ്റെയിൻ ചെയ്ത് റെഡിയാക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നു തരിപ്പണമായി. ആ സമയത്ത് ആ വാർത്ത പുറത്തു വിട്ടത് 24 ആണ്. വിഷ്ണു ഈ താക്കോല് വാങ്ങുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി. വിഷ്ണുവിൻ്റെ മുഖത്ത് ഒരു ആശ്വാസത്തിൻ്റെ ഒരു തെളിമ, ഒരു ചെറിയതായിരിക്കുന്ന ഒരു പുഞ്ചിരി കണ്ടിട്ടുണ്ട്. അതൊരു തിരിച്ചുവരവിൻ്റെ അതിജീവനത്തിൻ്റെ പുഞ്ചിരിയാണ്. വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് അടക്കമുള്ള സേവന പ്രവർത്തനങ്ങളും കൽപ്പറ്റയിൽ നടന്ന ചടങ്ങിൽ MLA നിർവഹിച്ചു. 24 വാർത്ത നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ കമ്മിറ്റി അവരത് ശ്രദ്ധിച്ചിട്ട് അത് ശരിക്കും അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് നമ്മളത് തീരുമാനിച്ചത്. നമ്മുടെ ചാരിറ്റികളെല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷ ലഭിച്ച വിഷ്ണുവിന്റെ മുഖത്ത് ആശ്വാസച്ചിരി. അതിജീവിക്കാനുള്ള കരുത്ത് നൽകിയതിന് നന്ദിയെന്ന വിഷ്ണു. അവർ ഇത്രത്തോളം വലിയൊരു കാര്യം ചെയ്തു തരുമ്പോൾ എൻ്റെ കുടുംബത്തിലൊരു കൈത്താങ് തന്നെയാണത്. അത് തീർച്ചയായിട്ടും പറയാണ്ടിരിക്കാൻ കഴിയില്ല. എന്താ വെച്ചാൽ എനിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു, ഈ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. അത് ഒരിക്കലും ഞാൻ മറക്കത്തില്ല. ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടായിരുന്നു ടി സിദ്ദിഖ് MLAയുടെ ആദ്യ സവാരി. DCC പ്രസിഡന്റ് NC അപ്പച്ചൻ, KSU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗൗതം ഗോകുൽദാസ്, IYCC ഭാരവാഹികളായ ജോൺസൺ ഫോർട്ട് കൊച്ചി, മൂസ കരിമ്പിൽ, നബീൽ തിരൂർ തുടങ്ങിയവർ പങ്കെടുത്തു. 24 വയനാട്.